അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ സ്വാഗത ഭാഷകൻ ജിഫാസ്, മോഡറേറ്റർ സയ്യിദ് തളിപ്പറമ്പ്, സംസ്കൃതി പ്രതിനിധി ബാബു മാണിയൂർ, സദസ്സിൽ ഭവിഷ്ഠരായ ജനാധിപത്യ വിശ്വാസികളെ, ഖത്തർ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം അഴിമതി വിരുദ്ധ സമരങ്ങളും ജനാധിപത്യവും എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിലാണ് നാം ഉള്ളത്. ഇന്ത്യ രാജ്യത്ത് ദിനംപ്രതി അഴിമതിയുടെ ചീഞ്ഞുനാറിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കാൻ പോവുകയാണ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ. നാം ഈ ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നു വരുമ്പോൾ നമ്മൾ പിന്നിട്ട 6 പതിറ്റാണ്ടിനെ കുറിച്ച് ഒരു അവലോകനം നടത്തേണ്ടുന്നതിൻ്റെ അനിവാര്യത നമ്മുടെ മുമ്പിലുണ്ട്. സാമ്പത്തിക മേഖലയിൽ ലോകത്ത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. വിവര സാങ്കേതിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഇരുമ്പുരുക്ക്, സ്റ്റീല്, സിമന്റ് തുടങ്ങിയ വ്യാവസായിക മേഖലയിലും ഇന്ത്യ രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുമ്പേ നടക്കുകയാണ്. കാർഷിക മേഖലയിൽ, കയറ്റുമതി മേഖലയിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനം ആശാവഹമായ ഗമനം തന്നെയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചാന്ദ്രയാനിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്വാളിറ്റി മാൻ പവർ കയറ്റുമതി ചെയ്യുന്ന വിദേശ നിക്ഷേപകർ താൽപ്പര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമെടുക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ സുന്ദരമായ ഒരു മുഖമാണ്. ഇതേ രാജ്യത്ത് തന്നെയാണ് 2.8 മില്യൺ കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം വർഷാവർഷം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സെക്കൻഡിൽ ഒരു കുഞ്ഞു വീതം പോഷകാഹാരക്കുറവ് മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. ലോകത്ത് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ 4/1 അഥവാ ലോകത്ത് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ 25% ഇന്ത്യയിലാണ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 50% കുട്ടികൾ തൂക്കക്കുറവ് എന്ന പ്രശ്നം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം എത്തിയിട്ടില്ലാത്ത, വെള്ളവും വൈദ്യുതിയും എത്തിയിട്ടില്ലാത്ത മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം, സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കാത്ത മഹാഭൂരിപക്ഷം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം 41.6% ഇന്ത്യക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ദിവസ വരുമാനം 20 രൂപയോ അതിൽ താഴെയോ ആണ്. 86% ദിവസ വരുമാനം $2 താഴെയാണ്, അഥവാ 90 രൂപയിൽ താഴെ. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. യൂണിസെഫിന്റെ കണക്ക് പ്രകാരം 25% നിരക്ഷരർ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. 15% മാത്രം ഹൈസ്കൂൾ തലങ്ങളിലേക്ക് പോവുകയും 7% മാത്രം ബിരുദം നേടുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നു. ഇത് ഇന്ത്യയുടെ വികൃതമായ മറ്റൊരു മുഖം. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ കണക്ക് പ്രകാരം 64.5 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ദരിദ്രരായിട്ടുണ്ട്. 64.5 കോടി ജനങ്ങൾ. അങ്ങനെ പട്ടിണി പാവങ്ങളുടെ ഒരു രാജ്യമായി ഒരു ഭാഗത്ത് പണക്കാരൻ കൂടുതൽ പണക്കാരനായി തടിച്ചു കൊഴുക്കുമ്പോൾ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായി മാറുന്ന, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ
പരമോന്നത നിയമ നിർമ്മാണ സഭയായ പാർലമെന്റിലെ 545 MP-മാരിൽ 300 കോടീശ്വരന്മാർ ഉണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റിലെ 545 കോടീശ്വരന്മാർ, 545 മെമ്പർമാരിൽ 300 കോടീശ്വരന്മാർ ഉണ്ടാകുമ്പോൾ അവർ പാരമ്പര്യമായി കോടീശ്വര കുടുംബത്തിൽ ജനിച്ചവർ 1-2 ഉണ്ടാവാം, കോടീശ്വര പുത്രന്മാരായി ജനിച്ചവർ. ബാക്കിയുള്ളവർ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി, രാഷ്ട്രീയം തൊഴിലാക്കി മാറ്റി, രാഷ്ട്രീയത്തിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് കട്ടുമുടിച്ചിട്ടാണ് അവർ കോടീശ്വരന്മാരായി മാറിയത്. അവരിൽ തന്നെ 175ഓളം കൊടും ക്രിമിനലുകൾ, മനുഷ്യക്കടത്ത്, എമിഗ്രേഷൻ റാക്കറ്റ്, ബലാത്സംഗം തുടങ്ങിയ കൊടും ക്രിമിനലുകളായ MP-മാർ നമ്മുടെ പാർലമെന്റിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണവും പൊതുഖജനാവിന് ലഭിക്കേണ്ടുന്ന സമ്പത്തും ജനാധിപത്യമെന്ന സുന്ദരമായ സംവിധാനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവിഹിതമായ മാർഗത്തിലൂടെ അഴിമതിയിലൂടെ കട്ടുമുടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ. ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് കുടുംബാധിപത്യം നിലനിൽക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ ഒരു ആധിപത്യം നമ്മുടെ ഭരണത്തിൽ. ഈ നെഹ്റു കുടുംബത്തിന്റെ ആസ്തി 42,000 മുതൽ 83,000 വരെ കോടി രൂപയാണ് നെഹ്റു കുടുംബത്തിന്റെ ആസ്തി. ഇങ്ങനെ കട്ടുമുടിക്കുന്ന ഈ പണം രാഷ്ട്രീയത്തിന് അതീതമായി, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജർമ്മൻ സ്വിസ് പോലുള്ള വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ. 72,80,000 കോടി രൂപ അവർ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുക. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ കടത്തിന്റെ 13 ഇരട്ടിയോളം വരും. നമ്മുടെ നാട്ടിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ കട്ടുകൊണ്ടുപോയി വിദേശ ബാങ്കിൽ നിക്ഷേപിച്ച പണം നമ്മുടെ രാജ്യത്തിന്റെ കടത്തിന്റെ 13 ഇരട്ടി വരും. അഴിമതിയുടെ ചരിത്രം നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈനംദിനം നമ്മൾ പത്രവാർത്തകളിൽ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതുമായ സംഗതികൾ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. സ്വതന്ത്ര ഇന്ത്യ മുതൽ ഈ അഴിമതിയുടെ കഥ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു എന്നുള്ളത്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു പരിധിവരെ ശരിയായ ഒരു പ്രയോഗമാണത്. വെള്ളക്കാരൻ പോയതിന്റെ ശേഷം പിന്നീട് വന്നത് കൊള്ളക്കാരാണ് നമ്മുടെ നാട്ടിലെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട്. നെഹ്റു മന്ത്രിസഭയിൽ P. കൃഷ്ണമാചാരിയിലൂടെ തുടങ്ങിയ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഴിമതിയിലൂടെ തുടങ്ങിയ അഴിമതി കഥകൾ പിന്നെ നീണ്ടു പോവുകയാണ്. കാലിത്തീറ്റ കുംഭകോണം, ബഫേഴ്സ് കുംഭകോണം, UTI കുംഭകോണം, ഹർഷത് മേത്ത കുംഭകോണം, അരികയറ്റുമതി കുംഭകോണം, പഞ്ചസാര ഇറക്കുമതി, ടീക്ക് പ്ലാന്റേഷൻ, ലാവ്ലിൻ, സത്യം കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ അനവധി അഴിമതി കഥകൾ. ഈ അടുത്ത കാലത്ത് വളരെ ശ്രദ്ധയായ 2G സ്പെക്ട്രം, S-ബാൻഡ് സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസ്, ആദർശ് ഫ്ലാറ്റ്, ഒറീസ ഖനനം തുടങ്ങി അഴിമതിയുടെ കഥകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. 1992 മുതൽ 2010 വരെ ഒരു 18 വർഷത്തെ കാലയളവിൽ ഇന്ത്യയിൽ നടന്നത് 100 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ്. 1992 മുതൽ 2010 വരെ നടന്ന അഴിമതി 100 ലക്ഷം കോടി രൂപയാണ്. നേരത്തെ പറഞ്ഞ പട്ടിണി പാവങ്ങൾ ജീവിക്കുന്ന, വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, 20 രൂപയിൽ താഴെ വരുമാനമുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് 18 വർഷത്തിനിടയിൽ 100 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് നിഴലിനോട് യുദ്ധം ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളോ ഭരണ സംവിധാനങ്ങളോ യഥാർത്ഥ ഭീകരരായ ഈ കള്ളന്മാരെ, യഥാർത്ഥ ഭീകരതയായ ഈ അഴിമതിയെ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞ 6 പതിറ്റാണ്ട്. ഇത് ഒരു മന്ത്രിസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മന്ത്രിമാർ മാത്രമല്ല ഇവിടെ കള്ളന്മാർ. ഭരണഘടനയുടെ 3 തൂണുകളും, ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും, ഈ 3 തൂണുകളെയും അഴിമതി എന്ന ദുർഭൂതം ഗ്രസിച്ചിരിക്കുകയാണ്. ലെജിസ്ലേറ്റീവ് അഴിമതി നടത്തുമ്പോൾ കടിഞ്ഞാണിടേണ്ട ഭരണകൂടം, ജുഡീഷ്യറി, നിയമ സംവിധാനങ്ങൾ, എന്താണ് അവരുടെ അവസ്ഥ? വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അവസ്ഥ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 77% അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ശാന്തിഭൂഷൺ സ്പെഷ്യൽ ബെഞ്ചിന് സമർപ്പിച്ച അഫിഡവിറ്റിയിൽ പറയുന്നത് 1990 മുതൽ 2007 വരെയുള്ള കാലയളവിൽ രംഗനാഥ് മിശ്ര മുതൽ YK സബർവാൾ വരെയുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരിൽ 16 ചീഫ് ജസ്റ്റിസുമാരിൽ 8 പേരും അഴിമതിക്കാരാ. രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസുമാർ അഴിമതിക്കാരാണ് ഇന്ത്യ രാജ്യത്ത്.
എത്രയെത്ര അഴിമതി കഥകൾ നമ്മൾ കേട്ടു. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണൻ അവിഹിതമായി കുടുംബക്കാർക്ക് സ്വത്ത് സമ്പാദിച്ച കേസിൽ അദ്ദേഹം അന്വേഷണം നേരിട്ടു, ആരോപണം നേരിട്ടു. ജസ്റ്റിസ് ബാല, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടു. K. സുധാകരൻ നമ്മുടെ MP പറഞ്ഞു 15 വർഷങ്ങൾക്ക് മുമ്പ് ബാർ ലൈസൻസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി നൽകുവാൻ 34 ലക്ഷം രൂപ ജഡ്ജി കൈക്കൂലി വാങ്ങുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് K. സുധാകരൻ 15 വർഷത്തിന് ശേഷം പറഞ്ഞു. ഇപ്പം കേരളത്തിൽ പിന്നെ കൊഴുത്തുകൊണ്ടിരിക്കുന്ന സാശ്രയ വിവാദം, വർഷങ്ങൾക്ക് മുമ്പ് സാശ്രയ വിവാദത്തിൽ അനുകൂല വിധി നൽകിയ ജഡ്ജി സാശ്രയം മാനേജ്മെന്റിന്റെ കൂടെ ബോട്ടിൽ വിനോദയാത്ര നടത്തിയതും നമ്മൾ കേരളത്തിൽ കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതി ജഡ്ജി നിർമ്മൽ യാദവ് കൈക്കൂലി വാങ്ങുമ്പം, അനുകൂല വിധി നൽകാൻ വേണ്ടി കൈക്കൂലി വാങ്ങുമ്പം കയ്യോടെ പിടികൂടുകയുണ്ടായി. ഇവരെ വിചാരണ ചെയ്യാനുള്ള ഉതകുന്ന നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തില്ല. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറി, മന്ത്രിസഭയ്ക്ക് പുറമെ ജുഡീഷ്യറിയെ ഈ അഴിമതി എന്ന ഭൂതം ഗ്രസിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ബ്യൂറോക്രസിയെ മുച്ചൂടും അഴിമതി ഗ്രസിച്ചിരിക്കുകയാണ്. 2005 ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കണക്ക് പ്രകാരം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ 45% മുതൽ 50% വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ കൈക്കൂലി തൽക്കാലം നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പകുതി പരിപാടികൾ നടക്കില്ല. പകുതി എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കൽ മാത്രമേ നടക്കുകയുള്ളൂ ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഓരോ ഫയൽ നീങ്ങുമ്പോഴും അതിന് കൈക്കൂലി കൊടുക്കുന്ന അഴിമതിയിലൂടെ മാത്രം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് തലം മുതൽ ലോക്സഭാ തലം വരെ ഈ അഴിമതി ബാധിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റും കലക്ടറേറ്റും അടങ്ങുന്ന മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും ഈ അഴിമതി ഗ്രസിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ ഇത്തരം കള്ളക്കഥകൾ പുറത്തു വരുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചാരണങ്ങൾ മൂല. ഇന്ന് ഒരു കൂട്ടുകക്ഷി അഴിമതിയാണ് നടക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചിരുന്നു കൊണ്ട് എല്ലാവരും തുല്യ ഓഹരി പങ്കിട്ടുകൊണ്ടുള്ള അഴിമതി കഥകൾ. അതുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല. ഇത് ഒരു മാഫിയായി പരിണമിച്ചിരിക്കുന്നു. ഈ അഴിമതി എന്നുള്ളത് ഒരു മാഫിയായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പരിണമിച്ചിരിക്കുന്നു. ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ, എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരായ അവസ്ഥ. പിന്നെ ഇത് പുറത്തു കൊണ്ടുവരേണ്ടത്, ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്, പൊതുജനങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ ഈ വിഷയം ഇട്ടുകൊടുക്കേണ്ടത് ഭരണഘടനയുടെ 4ാം തൂണ് എന്ന് പറയുന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ അവസ്ഥ എന്താ? നീരാറാടിയ ടാപ്പിലൂടെ അഴിമതി നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചില മാധ്യമങ്ങളാണെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഭരണഘടനയുടെ 4 തൂണുകളും അഴിമതി ഗ്രസിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഈ രീതിയിൽ അഴിമതി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയിൽ. ഇങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിക്ക് മുമ്പിൽ നിസ്സഹായരായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാർ സ്വയം ചോദിക്കുകയാണ്, പൂച്ചക്കാരാണ് മണികെട്ടുക. ആരാണ് ഇതിനെ തടുത്തു നിർത്തുക? ആരാണ് ഇതിനെ തടുത്തു നിർത്തേണ്ടത്? തടുത്തു നിർത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ? തടുത്തു നിർത്തേണ്ടത് സാമൂഹ്യ പ്രവർത്തകരാണോ? 6 പതിറ്റാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചു നമ്മെ, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അവസ്ഥ എന്താ? അഴിമതി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരന് തോന്നിപ്പോവുക ഇത് ഞങ്ങളുടെ ഓമന പേരാണെന്ന്. അതുകൊണ്ടാണ് ബാബ രാംദേവ് എന്ന് പറയുന്ന ഒരു കപടയോഗി വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് ക്യാൻസറിനും എയ്ഡ്സിനും എൻ്റെ കയ്യിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ബാബ രാംദേവ് 1100 കോടിയുടെ ഔദ്യോഗിക ആസ്തിയും 2200 കോടിയുടെ അനൗദ്യോഗിക ആസ്തിയും സ്വന്തമായി സ്കോട്ട്ലാൻഡിൽ ദ്വീപുമുള്ള ബാബ രാംദേവ് 18 കോടിയുടെ അമേരിക്കൻ നിർമ്മിത പ്രൈവറ്റ് ജെറ്റിൽ ഡൽഹിയിൽ വിമാനമിറങ്ങുമ്പോൾ സ്വീകരിക്കാനും അനുനയിപ്പിക്കാനും കോൺഗ്രസ് 4 ക്യാബിനറ്റ് മന്ത്രിമാരെ അയക്കുന്നത് കോൺഗ്രസിന് തോന്നുക അഴിമതി എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേരെയാണോ?